ഗുഡ് മോർണിംഗ്. എന്താണ് രാവിലെ തന്നെ എൻ്റെ ഭംഗി ആസ്വദിക്കുമായിരുന്നു? എന്തായിരുന്നു എഴുന്നേക്കാൻ ഉദ്ദേശമൊന്നും ഇല്ലേ? ഇപ്പൊ തന്നെ ടൈം ഒരുപാടായി, കോളേജിൽ പോണ്ടേ? കുറച്ചുകൂടി കഴിയട്ടെ എന്നിട്ട് എണ്ണീക്കാം. ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കുമ്പോഴേ എണ്ണീക്കാൻ തോന്നുന്നില്ലെന്നേ. അല്ലേ ഇന്ന് പോണ്ടെന്ന് വെച്ചാലോ? കാര്യങ്ങളുടെ പോക്കിങ്ങനാണെങ്കിൽ താമസിയാണ്ടിച്ചതിന്റെ ജോലി തെറിക്കും, അതിലൊരു സംശയമില്ല. അപ്പൊ പിന്നെ നമുക്ക് എന്തെങ്കിലും കെട്ടിപ്പിടിച്ച് കിടക്കാം. എന്താ പട്ടിണി കിടക്കേണ്ടി വരുമോ? അതോർത്ത് എൻ്റെ കെട്ടിയോൾ എന്തായാലും വിഷമിക്കണ്ട. എന്തായാലും നിന്നെ പട്ടിണിക്കൊന്നും ഇടാൻ പോകുന്നില്ല. ഇത് പോയാ വേറൊന്ന്. അല്ലേ പിന്നെ കൂലിപ്പണി എടുത്താലും ഞാൻ നിന്നെ പോറ്റിക്കോളാം, പോരെ? ഇവ നീ ഈവനിങ് റെഡിയായി നിൽക്കണം കേട്ടോ. ഞാൻ എന്തായാലും കോളേജിൽ നിന്ന് കുറച്ച് നേരത്തെ ഇറങ്ങാൻ നോക്കാം. ഇന്നെങ്കിലും അങ്ങ് ചെന്നില്ലെങ്കിൽ അവളെന്നെ പപ്പടം പൊടിക്കണ പോലെ പൊടിക്കും. ഹായ് ചായ. പിന്നെ അവള് കുറച്ച് സാധനങ്ങളുടെ ലിസ്റ്റ് അയച്ചു തന്നിട്ടുണ്ട്. അതെങ്ങനെ, അത് വാങ്ങണ്ടേ? ഷേ, അങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നല്ലേ? ഞാനാണെങ്കിൽ മറന്നും പോയി. ആഹാ, നന്നായെങ്കിൽ. നിനക്കതെന്നെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ പാടില്ലായിരുന്നോ? ഇതിപ്പോ ഇതൊന്നും വാങ്ങിക്കാണ്ട് അങ്ങോട്ട് ചെന്നാൽ അവളെന്നെ പച്ചക്ക് ഇറുതി കൊളുത്തും. ഇനിയിപ്പം ഒരു കാര്യം ചെയ്യാം, നമുക്കങ്ങോട്ട് പോകുമ്പോൾ കയറി മേടിച്ചിട്ട് പോവാം. അത് മതി, എന്തായാലും സമയമുണ്ടല്ലോ. ഈ ചായ നേരത്തെ വരത്തില്ലേ? ചൂട് നോക്കി ചെയ്യുക. എന്താ ഇത് കഴിക്കാണ്ട് എന്റെ മുഖത്തോട് നോക്കിയിരിക്കുന്നേ? എന്തുവാ ഇത്, കൊച്ചു പിള്ളേരെ പോലെ? ഫൈനലി വന്നില്ലേ? എത്ര നേരം കൊണ്ട് മനുഷ്യൻ വെയിറ്റ് ചെയ്തിരിക്കാന്നറിയാവോ? എന്തിയെ ഞാൻ പറഞ്ഞ സാധനങ്ങളൊക്കെ എന്തി ഇങ്ങതാ? എന്റെ പൊന്നു മഹാറാണി, ആദ്യം ഞങ്ങൾ അകത്തോട്ടൊന്ന് കേറിക്കോട്ടെ, എന്നിട്ട് പോരെ നിന്റെ. ഓ, നീ കയറണമെന്ന് എനിക്ക് വലിയ നിർബന്ധമൊന്നുമില്ല. നീ ആദ്യം കൊണ്ടുവാ. ആഹാ, അപ്പൊ ഇതിന് വേണ്ടിയിട്ടാണോ നീ ഇവിടെ മൂട്ടി തീ പിടിച്ചതിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തേരപ്പാര നടന്നത്? നിന്റെ ഉലാത്തൊക്കെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഇനി ഇവര് വരാൻ താമസിച്ചതിന് ടെൻഷൻ അടിച്ച് നടക്കുമായിരിക്കുന്നു. ഇതായിരുന്നല്ലേ കാര്യം. പിന്നെ ഇവനെ കാണാത്തിന് എനിക്കെന്തിനാ ടെൻഷൻ? ആഹാ, അപ്പൊ ഇതെല്ലാം കെട്ടി ചുമന്നോണ്ട് വന്ന ഞാനിപ്പോ ആരായി? നീയോ? അതിന് നീയല്ലല്ലോ ഇത് കൊണ്ടുവന്നത്, ചേച്ചിയല്ലേ കൊണ്ടുവന്നത്. എന്റെ ചേച്ചി വാ. ഓ, ഇതിപ്പോ നിങ്ങളെല്ലാരും ഒറ്റക്കെട്ട്, നമ്മള് പുറം പോക്ക്. നീ പുറമ്പോക്ക് തന്നെ. എനിക്ക് എന്താ കൊച്ചിനെ മതി. മോള് കയറി വാ. ഓ, പ്രൊഫസറും ഭാര്യ ഇങ്ങ് എത്തിയോ? എന്താടാ ഇങ്ങോട്ട് വരാനുള്ള വണ്ടി കിട്ടിയില്ലേ നേരത്തും കാലത്തും? ഇല്ലല്ലോ, മാർട്ടിൻ സാറ് മുന്നേ വണ്ടി വിട്ടായിരുന്നു. ഡാഡാ, അല്ല, രണ്ടെണ്ണത്തിന്റെ ഉദ്ദേശം എന്തുവാ? ആകെപ്പാട് ഒരു മൂട് പെങ്ങളെ ഉള്ളൂ. അതിന്റെ മനസ്സമ്മതായി നടക്കാൻ പോകുന്നത്. കാര്യങ്ങളൊക്കെ മുന്നിൽ നിന്ന് നോക്കിയും കണ്ടും ചെയ്യേണ്ട നീയൊക്കെ വന്നു കയറിക്കുന്ന സമയം നോക്ക്. അല്ല, എന്തിനാ ഇത്ര ബുദ്ധിമുട്ടി വന്നത്? മനസ്സമ്മതത്തിന്റെ അന്ന് വന്നാ പോരായിരുന്നു? അതാകുമ്പോ കഴിഞ്ഞ ഉടനെ തന്നെ തിരിച്ചു പോവുകയും ചെയ്യായിരുന്നു. അതെ മമ്മി, മാർട്ടിൻ സാർ ഇപ്പൊ എന്നെ തിന്നോ? കയ്യോടെ വാങ്ങിച്ചോ, ഞാൻ ഈ കളിയിലില്ല കേട്ടോ. മമ്മി, ഡാ, എന്തേലും എന്നോട് പറയാനുണ്ടെങ്കിൽ എന്റെ മുഖത്ത് നോക്കി പറ. സി മിസ്റ്റർ മാർട്ടിൻ, കാര്യങ്ങൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല. ഡാ, അല്ല പപ്പ, ഞാൻ ലീവ് 1 മാസം മുന്നേ ചോദിച്ചതാ, തരണ്ടേ? എക്സാം സമയമായോണ്ട് അമ്മ ഡ്യൂട്ടി ഇട്ട് വെച്ചേക്കുവാ, പോയേ പറ്റൂ. എന്നിട്ടും ഞാൻ ഇവിടുന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോയി വരാലോ എന്ന് വച്ചിട്ടാ ഈ ഒരാഴ്ച മുന്നെങ്കിലും വന്നത്. ഓ, അത് ശരി. 1 മാസം മുന്നേ ലീവ് ചോദിച്ചിട്ടും അവര് നിനക്ക് തന്നില്ലല്ലേ? പക്ഷെ ഞാൻ വിളിക്കുമ്പോഴെല്ലാം നീ വീട്ടിലുണ്ടല്ലോടാ. അപ്പൊ അന്നൊക്കെ നിനക്ക് എങ്ങനെ ലീവ് കിട്ടി?
അത് അത് പിന്നെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ വയറുവേദനയും തലവേദനയൊക്കെ വന്നപ്പോ ലീവ് എടുക്കേണ്ടി വന്നു. ആർക്ക്? നിനക്കോ അതോ അവക്കോ? അത് പിന്നെ എന്റെ പൊന്നിച്ചായ, നിങ്ങളൊന്ന് നിർത്തിക്കേ. പിള്ളേരും കൂടെ വന്ന് കേറിയതേ ഉള്ളു, അപ്പോഴത്തേക്ക് തുടങ്ങി. നീയൊന്നും മിണ്ടാതിരിടി. പിന്നെ പറയാനുള്ള കാര്യങ്ങൾ പറയും ചോദിക്കുകയും ചെയ്യണ്ടേ? അവനെങ്ങ് തോന്നിയാസത്തിന് അങ്ങ് അയച്ചു വിട്ടാ മതിയോ? ആ, അത് ശരിയല്ലേ. തോന്നിയാസത്തിന് അയച്ചു വിട്ടാ പിന്നെ അവൻ തോന്നിയാസയായി പോത്തില്ലേ? അല്ലെങ്കിൽ ഈ മമ്മി ഒറ്റ ഒരാളാ അവനിങ്ങനെ വളം വെച്ചു കൊടുക്കുന്നത്. പപ്പ രണ്ടും കൂടി പറ പപ്പ. ഡി ഡി കുരുപ്പൻ, നിനക്ക് തരുന്നുണ്ടേ. സോറി ബ്രോ, എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റും. എല്ലാം പോട്ടെ, അവന് ലീവ് കിട്ടിയില്ല, സമ്മതിച്ചു. ഒന്നുമില്ലെങ്കിൽ അവൻ അവളെ ഇവിടെ കൊണ്ടാകാൻ പാടില്ലായിരുന്നോ? അവള് നമ്മുടെ കൂടെ നിൽക്കുമായിരുന്നല്ലോ. അവൻ അതെങ്കിലും ചെയ്തോ? ഇല്ലല്ലോ. എന്നിട്ട് പിന്നെ മോടത്തെ ന്യായവും പറഞ്ഞോണ്ട് വന്നേക്കുന്നവൻ. എന്റെ പപ്പ അത് പിന്നെ എന്തായാലും ഞാൻ ഇപ്പോഴും ഒരു കാര്യം പറഞ്ഞേക്കാം. മനസ്സമ്മതം കഴിഞ്ഞ് കുറച്ച് ദിവസം ഇവിടെ നിന്നേച്ച് പോയാൽ മതി രണ്ടുപേരും. അഥവാ നിനക്കിനി പോയേ പറ്റത്തുള്ളെന്ന് നിർബന്ധമാണെങ്കിൽ നീ വെക്കോ. പക്ഷെ അവളെ ഞങ്ങൾ വിടത്തില്ല. അവളിവിടെ കുറച്ച് ദിവസം നിൽക്കട്ടെ. കേട്ട് കഴിഞ്ഞു കൂടെ കൊണ്ടുപോയതാ. പിന്നെ വല്ലപ്പോഴും വന്ന് കണ്ടാ കണ്ട്. ഇന്നേ വരെ ആ കൊച്ചിനെ നേരെ ചോദിച്ചു ഞങ്ങൾ അടുത്ത് കണ്ടിട്ടില്ല. ഓ എന്റെ പൊന്നു പപ്പ, എന്താന്ന് വെച്ചാ ചെയ്യാം. ഇനിയിപ്പൊ ഞാൻ ഇവിടെ നിന്നില്ലേലും അവളെ ഇവിടെ നിർത്തിയിട്ട് പോയിക്കോളാം, പോരെ? ഞാനിവിടെ ഒറ്റ കേൾക്കത്തൊന്നുമില്ല. നീ എന്തേലും പറഞ്ഞോ? ഇല്ല. എന്തായാലും ഇനി വല്ലതും കഴിച്ചിട്ടൊക്കെ മതി ബാക്കി. ആദ്യം നിങ്ങൾ പോയി ഫ്രഷ് ആയിട്ട് വാ. എന്തുവാ ഈ ആലോചിച്ചു കൂട്ടുന്നേ? ഇവ നിന്നോടാ ഞാൻ ചോദിക്കുന്നേ. ദയിച്ചായ, ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം, നിങ്ങളില്ലാണ്ട് എന്തായാലും ഞാനിവിടെ ഒറ്റയ്ക്ക് നിൽക്കത്തില്ല. ഷേ, അതെന്നാ വർത്താനാടി നീ പറയുന്നേ? മുമ്പ് നീ തന്നല്ലേ പറഞ്ഞത് ഇവിടെ പപ്പയുടെയും അമ്മയുടെയും കൂടെ വന്ന് നിക്കണമെന്ന്. എന്നിട്ട് ഇപ്പൊ എന്നാ പറ്റി? അത് അന്ന് ഞാൻ പറഞ്ഞത് നമ്മൾ ഒരുമിച്ച് നിൽക്കണ കാര്യല്ലേ. അല്ലാണ്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് നിങ്ങൾ അവിടെ ഞാനിവിടെ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ പറ്റത്തില്ല ചായ. ഇനി കൂടുതലൊന്നും പറയണ്ട. ഡി, അതിനിത് ഒരാഴ്ചത്തെ അല്ലെങ്കിൽ ഒരു മാസത്തെ കാര്യല്ലേ ഉള്ളു. ഒരാഴ്ച പോയിട്ട് ഒരു ദിവസം പോലും എന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. എന്താ ചായ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവാത്തെ? നീ കാര്യം എന്താന്ന് പറ. എന്താ നിക്കാൻ പറ്റാത്തെ? നിനക്ക് നീ പപ്പയും അമ്മയും അതൊന്നുമല്ല. നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറഞ്ഞൊപ്പിക്കാൻ നിൽക്കല്ലേ. എനിക്ക് അവരെ ഇഷ്ടമാണ്, അവരുടെ കൂടെ നിൽക്കാനും ഇഷ്ടമാണ്. പക്ഷെ നിങ്ങളില്ലാണ്ട് ഞാൻ നിൽക്കത്തില്ല ചായ. അപ്പൊ എന്താ എന്റെ ഭാര്യ എന്നെ മിസ് ചെയ്യൂ? അതുകൊണ്ടാണോ? ആ, അതുകൊണ്ട് തന്നെ. നിങ്ങളെന്താ ഒന്നും അറിയാൻ പറ്റാത്ത രീതി സംസാരിക്കുന്നേ? എന്താണ് ഇപ്പം ഈ ചായനില്ലാണ്ട് പറ്റാണ്ടായോ നിനക്ക്? ഈ ചായ കളിക്കല്ലേ. ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. എനിക്ക് നിങ്ങളില്ലാണ്ട് ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റത്തില്ല ചായ. എന്താ മനസ്സിലാക്കാത്ത? എന്താടാ, എന്താ നീ ഇത്ര സീരിയസ് ആയിട്ട്? ഞാൻ ഇപ്പോഴാർക്കല്ലേ ഈ ചായ നിങ്ങളെ ഒന്ന് നേരെ ജോന് സ്നേഹിച്ചു തുടങ്ങിയത്. നമ്മൾ ഇപ്പോഴല്ലേ ഒന്ന് ജീവിച്ചു തുടങ്ങിയത്. അതിനിടയ്ക്ക് നിങ്ങളില്ലാണ്ട് ഒരു നിമിഷം പോലും എന്നെ കൊണ്ട് പറ്റത്തില്ല, ചിന്തിക്കാൻ പോലും ആവത്തില്ല. ഞാനായിട്ട് നഷ്ടപ്പെടുത്തിയ നമ്മുടെ നല്ല നല്ല നിമിഷങ്ങൾ, അതെല്ലാം എനിക്ക് ഈ ചായനെ തിരിച്ചു തരണം. എന്നെ ഇവിടെ ഒറ്റയ്ക്ക് നിർത്തിയിട്ട് പോവല്ലേ ഈ ചായ എന്നെ കൊണ്ട്. ഷേ, ഇവ കാരയല്ലേ? നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ നിന്നെ ഇവിടെ ഒറ്റയ്ക്ക് നിർത്തിയിട്ട് പോവുമെന്ന്? ഞാൻ പോവുകയാണെങ്കിൽ എൻ്റെ കൂടെ നീയും കാണും. നീ ഇവിടെ നിൽക്കുവാണെങ്കിൽ നിന്റെ കൂടെ ഞാനും കാണും, പോരെ? ഹൈനൊക്കെ എന്തിനാ ഇങ്ങനെ കൊച്ചു പിള്ളേരെ പോലെ? അമ്മച്ചി എന്നാ ഉണ്ടാക്കുക? മോളെ കപ്പ ബിരിയാണി ഉണ്ടാക്കുവാടാ. അവനത് ഭയങ്കര ഇഷ്ടല്ലേ? ഇച്ചായനത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാൻ എത്ര ട്രൈ ചെയ്തിട്ടും അത് ശരിയാവണില്ല അമ്മച്ചി. അമ്മച്ചി എനിക്കൊന്ന് പറഞ്ഞു തരുമോ എങ്ങനാന്ന്? അതിനെന്താ, നീ വാ, അമ്മച്ചി പഠിപ്പിക്കാം. അതെ, അടിയനകത്തേക്ക് വരാവോ? ഓ,
നീ എന്നാത്തിനാ ഇങ്ങോട്ട് വരുന്നേ? ഇവിടെ കഴിക്കാറൊന്നും ആയില്ല, ചെയ്യണതേ ഉള്ളൂ. അതെന്താ മമ്മി, ഞാൻ അല്ലെങ്കിൽ കിച്ചണിൽ കേറാറില്ലേ? ഇല്ല, അതല്ലേ പറഞ്ഞത്. മമ്മി അല്ല, നീ എന്തേലും വെട്ടി വിഴുങ്ങാൻ വേണ്ടി മാത്രാണല്ലോ ഈ പരിസരത്തോട്ട് വരാറ്. അതാ പറഞ്ഞേ, കേറിക്കോ കേറിക്കോ. എന്താണ്ടേ മമ്മി എന്നെ അങ്ങനെ അങ്ങ് കളിയാക്കണ്ട. മമ്മി പറ, എന്ത് ഹെൽപ്പാ ഞാൻ ഇവിടെ ചെയ്യണ്ടേ? പറ, ഞാൻ ഇപ്പൊ ഹെൽപ്പാം, പറ. ഓഹോ, എന്റെ പൊന്നുമൊക്കെ മമ്മി അങ്ങ് ഹെൽപ്പിക്കോളാൻ വയ്യല്ലേ? ഒരു കാര്യം ചെയ്, നീ ആ സ്റ്റോർ റൂമിൽ പോയിട്ടേ വലിയ ഉരുളി ഇപ്പോൾ എടുത്തിട്ടോ ചെല്ലേ. ഞാനോ? വലിയ ഉരുളിയോ? നീ തന്നെ, നീയല്ലേ പറഞ്ഞത് നിനക്ക് എന്നെ അങ്ങ് ഹെൽപ്പിക്കോളാൻ വയ്യാന്ന്. എന്നിട്ട് ഇപ്പൊ എന്നാ പറ്റി? എടുത്തിട്ട് വാടി. എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റത്തില്ല മമ്മി. ചേച്ചി പ്ലീസ് ചേച്ചി ഇവിടെ വാ. വരാം. വേണ്ട, നീ ഒറ്റയ്ക്ക് പോയാൽ മതി. മമ്മി സാരില്ല മച്ചി, ഞാനിവിടെ പോയിട്ട് വരാം. ചെല്ല് പോയി എടുത്തിട്ട് വാ. ചേച്ചി ആദ്യമായിട്ടല്ലേ ഇവിടുത്തെ സ്റ്റോർ റൂമിൽ കയറണേ? കണ്ടിട്ട് എങ്ങനെയുണ്ട്? ഇതിപ്പോ ഇവിടെ ഇല്ലാത്ത സാധനങ്ങൾ ചുരുക്കാണല്ലോ. അതോ ചേച്ചി, മമ്മി ആവശ്യമില്ലാത്തതും ആവശ്യമുള്ളതും എല്ലാം കൂടി ചെന്ന് ഇതിനകത്താ വെക്കുക. അതാ. ഇനിയിപ്പം ഉരുളി ഞാൻ എവിടെ പോയി തപ്പുവെന്നാ ഞാനീ ഒന്ന് നോക്കട്ടെ. അല്ല, ഈ ബുക്സ് ഒക്കെ ആരുടെയാ? അത് നമ്മുടെ പഠിപ്പിസ്റ്റിന്റെ. പഠിപ്പിസ്റ്റോ? നമ്മുടെ ഇച്ചായന്റെ. ഓ, അത് ശരി. കിട്ടി ചേച്ചി, സാധനം കിട്ടി. വരണില്ലേ ചേച്ചി? ദാ കിട്ടീന്ന്. വരണില്ലേ? അത് ഞാൻ വന്നോളാം, നീ പോയിക്കോ. എന്നാലും ഞാനിത് കൊണ്ട് ചെന്ന് മമ്മിയുടെ കൊടുക്കട്ടെ. ചേച്ചി വന്നേക്കണേ, പൂട്ടിയേക്കണേ. പൂട്ടിയേക്കാം. നീ എനിക്ക് ആരായിരുന്നു എന്ന് അറിയാവോ മച്ച? എൻ്റെ കൂടപ്പിറപ്പും കൂട്ടുകാരനും അതിലുപരി മറ്റെന്തൊക്കെയോ ആയിരുന്നു. അവസാന നിമിഷം നിന്റെ കണ്ണടയും മുമ്പ് നീ എന്നോട് ആവശ്യപ്പെട്ടത് എന്താടാ? ഇവയെ ഒന്ന് കൂടെ കൂട്ടാവുന്നല്ലേ? പക്ഷെ ഞാനത് എങ്ങനാടാ, ഏത് രീതിയിലാ എനിക്കറിയത്തില്ലടാ. ഒന്ന് മാത്രം അറിയാം, എന്ത് ചെയ്തിട്ടായാലും എങ്ങനായാലും ഞാൻ നിനക്ക് തന്ന വാക്ക് പാലിച്ചിരിക്കും. എനിക്ക് നിനക്ക് വേണ്ടി അത് മാത്രമേ ചെയ്യാനുള്ളൂടാ, അത് മാത്രം. നീ സ്നേഹിച്ച പോലെ അവളെ എനിക്ക് സ്നേഹിക്കാൻ കഴിയുമെന്ന് അറിയത്തില്ല. എന്നാലും എന്നെ കൊണ്ട് കഴിയുന്ന പോലെ ഞാൻ അവളുടെ കൂടെ തന്നെ കാണും. അവളെ ഞാൻ ചേർത്ത് പിടിച്ചിരിക്കും. ഒരുപക്ഷെ മാനസികമായി ഞാൻ അതിന് തയ്യാറാണോ എന്ന് ചോദിച്ചാ അതിനുള്ള ഉത്തരവും എൻ്റെ കയ്യിൽ ഇല്ലടാ. എനിക്കറിയില്ല എന്ത് ചെയ്യണം, എങ്ങനെ തുടങ്ങണമെന്ന്. പക്ഷെ നിനക്ക് തന്ന വാക്കുപോലെ എന്നും ഞാൻ അവളെ സംരക്ഷിച്ചിരിക്കും. അത് മാത്രം എനിക്കറിയാം, അത് മാത്രം. അപ്പോ എന്റെ കൂട്ടുകാരൻ നിങ്ങളായിരുന്നില്ലേ ചായ? എന്റെ മുന്നിൽ ഇത്രയും നാളത്തെ നാടകം കളിക്കുമായിരുന്നു. എന്തിനു വേണ്ടിയിട്ട്? ആ മനുഷ്യന് കൊടുത്ത വാക്കിന്റെ പുറത്താണോ അപ്പൊ എന്നെ ഞാൻ കരുതിയത്? പക്ഷെ അമ്മച്ചി എന്നോട് പറഞ്ഞത് ഞാൻ അറിഞ്ഞില്ലല്ലോ വിച്ചായ. എനിക്ക് മാനസികമായിട്ട് എന്നെ ഉൾക്കൊള്ളാൻ
കഴിഞ്ഞില്ലായിരുന്നു എന്ന്. മറ്റൊരാളുടെ നിർബന്ധത്തിന് വഴങ്ങിയ ഇതിന് സമ്മതിക്കുന്നതെന്ന് എൻ്റെ അടുത്ത് ഒരു വാക്ക് പറഞ്ഞുകൂടായിരുന്നു. ഞാനിതിന്ന് അമ്മച്ചി കൊടുത്ത വാക്കിന്റെ പുറത്ത് എനിക്ക് നിങ്ങളുടെ ഭാഗം ചിന്തിക്കാനോ അതിനെ കുറിച്ച് ചോദിക്കാനോ പറ്റിയില്ല. ഇതിപ്പോ ഞാൻ കാരണം നിങ്ങളുടെ ജീവിതം കൂടി. അപ്പൊ എന്നോട് കാണിക്കുന്ന ഈ സ്നേഹമല്ല, നിങ്ങളുടെ വെറും സിംഹത്തിനായിരുന്നു ഈ ചായ. ചായ, നിങ്ങളുടെ അവസാന ശ്വാസത്തിൽ പോലും നിങ്ങൾ എന്നെ കുറിച്ചാണല്ലോ ഈ ചായ ചിന്തിച്ചത്. പക്ഷെ അതിനു വേണ്ടി ഒരു പാവം മനുഷ്യന്റെ ജീവിതം കൂടി അത് വേണ്ടിയിരുന്നില്ല ചായ. മമ്മി, ഇവ ഹാ, നീ വന്നോ? അല്ല, ഇവ എന്തേ മമ്മി? ഓ, വന്നുടനെ ഭാര്യ കാണാഞ്ഞിട്ട് ഭർത്താവിന്റെ ടെൻഷൻ നോക്ക്. നീ പോടി. എന്തിയാ മമ്മി അവള്? അവള് കുറച്ച് മുന്നേ നല്ല തലവേദനയാണെന്നും പറഞ്ഞിട്ട് കിടക്കാൻ പോയതാടാ. തലവേദനയോ? അതെന്താ ഇപ്പൊ പെട്ടെന്നൊരു തലവേദന? ഇവ ഇവ ഉറക്കമായോ? തലവേദന എന്നല്ലേ മമ്മി പറഞ്ഞ. ഉറങ്ങി തെളിയുമ്പോഴത്തേക്ക് ശരിയാവുമായിരിക്കും. ഇവളിതെവിടെ പോയി? ഇവ ഇവ മമ്മി, ഇതെന്താ ഇവിടെ ആരും ഇല്ലേ? എബി, എന്നതാ നീ രാവിലെ കിടന്ന് വിളിച്ചു പോകുന്നേ? അല്ല പപ്പ, ഇവയും മമ്മിയൊക്കെ എന്തിയേ? ഹാ, കൊച്ചു നിന്റെ അടുത്ത് ഇന്നലെ പറഞ്ഞില്ലായിരുന്നോ രാവിലെ അവരുടെ കൂടെ പള്ളി പോകുന്നു? പള്ളിയിലോ? ആ, പറഞ്ഞായിരുന്നു പപ്പ, ഞാനത് മറന്നുപോയതാ. നിന്റെ ഒരു മറവി. ഈയിടെയായിട്ട് നിനക്ക് ഇത്തിരി മറവി കൂടുന്നുണ്ട് കേട്ടോ. പോയി ഫ്രഷായി വന്നിട്ട് പൊന്നുമ്പോ വല്ലയിടത്ത് കഴിക്കാൻ നോക്ക്. കോളേജിൽ പോണ്ടേ? അവരെല്ലാം ഒരുക്കി വെച്ചേച്ചാ പള്ളി പോയേക്കുന്നേ. ഹാ പപ്പ, എന്നാലും അവളെന്താ എൻ്റെ അടുത്തൊന്നും പറയാണ്ട് പോയത്? ഹാ, ചിലപ്പോൾ എന്നെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചെണ്ണിപ്പിക്കണ്ടെന്ന് വെച്ചിട്ടായിരിക്കും. നീ ഇന്ന് നേരത്തെ വന്നോ? ആ മമ്മി, ഇന്ന് നേരത്തെ കഴിഞ്ഞു. നിനക്ക് കോഫി എടുക്കണോ? ഏയ് വേണ്ട മമ്മി. ഇവ ഹാ, ഈ ചായ വന്നോ? ഞാനെങ്കിൽ പോയി കോഫി എടുത്തിട്ട് വരാം. നിക്ക്, എന്താ ഇത്? എന്ത് എന്താണോ? ഇന്നലെ നൈറ്റ് മുതൽ ഇതാ ഈ നിമിഷം വരെ നീ എന്തേലും എൻ്റെ അടുത്തൊന്ന് സംസാരിച്ചോ? ഇവ ശരിയാ, ഇന്നലെ രാത്രി നിനക്ക് തലവേദനയായിരുന്നു. ഇന്ന് രാവിലെയോ ഒരു വാക്കെൻ്റെ അടുത്ത് പറഞ്ഞിട്ട് പോവായിരുന്നല്ലോ പള്ളിയിൽ. അതും ചെയ്തില്ല. അതും പോട്ടെ, ഞാൻ നിന്നെ എത്ര വട്ടം കോൾ ചെയ്തു? നീ ഒരു വട്ടമെങ്കിലും അതൊന്ന് അറ്റൻഡ് ചെയ്തോ? അത് ഞാൻ ഇച്ചായം വിളിച്ചത് കണ്ടില്ല. അതാ. ദേ ഇവ, കള്ളം പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് അത് എൻ്റെ അടുത്താ പറയുന്നെന്നുള്ള ബോധമെങ്കിലും നിനക്ക് വേണം. നിന്റെ മുഖം ഒന്ന് വാടിയാലോ നിന്നിലൊരു മാറ്റം ഉണ്ടായാലോ എനിക്കെന്താ മനസ്സിലാവത്തില്ലെന്നാണോ നീ വിചാരിക്കുന്നത്? എന്താ നിനക്ക് പറ്റിയത്? നീ എന്തിനാ എന്നെ ഇങ്ങനെ? എന്ത് മാറ്റം? അതെല്ലാം ഇച്ചായന് വെറുതെ തോന്നുന്നതാവും, അല്ലാണ്ട് എനിക്ക് വെറുതെ തോന്നാനോ? എനിക്ക് വെറുതെ തോന്നാനോ? ബാക്കിയുള്ളവനെ ഇങ്ങനെ ഒരു ടെൻഷൻ അടിപ്പിക്കാതെ എന്തേലും ഉണ്ടെങ്കിൽ നീ ഒന്ന് പറ. അല്ലാണ്ട് എന്ത് പറയാനായി ചായ?
പറയാൻ എന്തേലും വേണ്ടേ? എനിക്ക് പറയാനൊന്നുമില്ല. ഇവ നീ ഇവളിത് എബി, നാളെയല്ലേ നീ വീട്ടിൽ പോണെന്ന് പറഞ്ഞേ? ഹാ അമ്മച്ചി. ഇപ്പൊ എന്നാത്തിനാടാ അത്യാവശ്യമായിട്ട് പോണ്ടേ? ഓ അതൊന്നുമില്ല പപ്പാ. കോളേജിൽ പിള്ളേർക്ക് കൊടുക്കാനുള്ള കുറച്ച് നോട്ട്സും പിന്നെ പ്രോജക്റ്റ് വർക്കിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അവിടെ ഇരിക്കുക. അത് പോയി എടുത്തിട്ട് വരാം. എന്തായാലും നീ പോവല്ലേ? പോകുമ്പോ എന്താ ഇവളുടെ 2-3 ഡ്രസ്സും കൂടി ഇങ്ങ് എടുത്തിട്ട് പോരെ. ആരുടെ? ആരുടെയോ? ഇവയുടെ. അതെന്താ ഇപ്പൊ പെട്ടെന്ന്? പെട്ടെന്നോ? നീ വന്നേന്റെ ഞാൻ പറഞ്ഞതല്ലേ മനസ്സമ്മതം കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതിയെന്ന്. പിന്നെ നിനക്കല്ലേ കോളേജിൽ പോവാണ്ട് ലീവില്ല പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞേ. അവളിവിടെ നിൽക്കട്ട്. ഇനിയിപ്പൊ അത് എടുക്കാൻ വേണ്ടിട്ട് പിന്നെ ഒരു ദിവസം പോകേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പൊ എന്തായാലും നീ പോവല്ലേ, അപ്പൊ പിന്നെ അതുകൂടി കൊണ്ടുപോരെ. അതിന് അവള് സമ്മതിച്ചോ? അവള് സമ്മതിക്കാതെ അവക്കെന്താ പ്രശ്നം ഇവിടെ നിൽക്കുന്നതിന്? ഏയ് ഒന്നുമില്ല. അമ്മച്ചി, ഞാനിപ്പോ വരാവേ. ആ മോളെ. എന്തായാലും കഴിക്കും. ഉം. ഇവ ഉം. താഴെ പപ്പ പറഞ്ഞത് ശരിയാണോ? ഞാൻ ചോദിച്ചു കേട്ടില്ലേ നീ? നിനക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞത് ശരിയാണോന്ന്? ഉം. എന്റെ പൊന്നിവ, നിനക്ക് എന്താ പറ്റിയേ? എൻ്റെ അടുത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് എൻ്റെ അടുത്ത് തുറന്നു പറ, അല്ലാണ്ട് ഇങ്ങനെ മിണ്ടാണ്ട്. ഇതിപ്പോ 2-3 ദിവസമായി കേട്ടോ നീ നേരെ ചൊന്ന് എൻ്റെ അടുത്തൊന്ന് സംസാരിച്ചിട്ട് ഞാൻ എന്തെങ്കിലും പറയാൻ വരുമ്പോഴത്തേക്ക് ഒഴിഞ്ഞു മാറി പോവുക. അതിനു വേണ്ടി ഞാൻ എന്താ ചെയ്തേ? എനിക്ക് അറിയണം എന്താ നിനക്ക് പറ്റിയേ. ഞാൻ എന്തായാലും അറിഞ്ഞുകൊണ്ട് നിന്നെ ഒരു രീതിയിലും വേദനിപ്പിച്ചിട്ടില്ല. ഇനി ഞാൻ അറിയാണ്ട് ഏതെങ്കിലും രീതി നിന്നെ എന്തെങ്കിലും കാര്യത്തിൽ വേദനിപ്പിച്ചിട്ടുണ്ടോ, വിഷമിപ്പിച്ചിട്ടുണ്ടോ? അങ്ങനാണെങ്കിൽ തന്നെ ഒന്ന് പറ. മനുഷ്യനെ ഇങ്ങോട്ട് ഉരുക്കാതെ. ക്ഷമിക്കുന്നതിനൊരു പരിധി ഉണ്ട് ഇവ. ഞാൻ പറഞ്ഞു ഇച്ചായനോട് എന്നോട് ക്ഷമിക്കാൻ. ഇല്ലല്ലോ, പിന്നെ എന്താ? ഇവ ഡി എന്തേലും ഉണ്ടെങ്കിൽ ഒന്ന് പറയടി. കാര്യം പറയാണ്ട് എങ്ങനാ ഞാൻ? എന്ത് കാര്യ ഞാൻ പറയണ്ടേ? എന്താ പറയണ്ടേന്ന്? ഇവ എന്തിനാ ഇച്ചായ ഇത്രയും നാളും കൂടെ കൊണ്ടു നടന്നിട്ട് എന്നെ വെറും കോമാളിയാക്കി? ഇവ നീ എന്തൊക്കെയാടി വിളിച്ച് പറയുന്നേ? ഞാൻ നിന്നെ ചേച്ചി ഹാ ചേച്ചി സ്റ്റോർ റൂം പൂട്ടിയിട്ട് ചാവി എവിടാ വെച്ചേ? അതാ കിച്ചണിലെ കബോർഡിലുണ്ടടാ. ആണോ? അവിടെ നോക്കിയിട്ട് കാണുന്നില്ലല്ലോ. ചേച്ചി ഒന്ന് വന്നെടുത്ത് തരുമോ? ആ ദാ വരുവാ. ഇവ ഇതിപ്പോ പള്ളി പോകാനുള്ള സമയം ഒരുപാടായി. ഇവ എന്തിയാ കൊച്ചേ? മമ്മി, ചേച്ചി ഒരുങ്ങുവന്നാ തോന്നുന്നേ. സമയം ഉണ്ടല്ലോ, പിന്നെ എന്തിനാ ഇങ്ങനെ കിടന്ന് ധൃതി പിടിക്കുന്നേ? പിന്നെ നമുക്ക് വേണ്ടി ഇവിടെ സമയം കാത്തിരിക്കാൻ പോവല്ലേ? നീ പോയി വിളിച്ചിട്ട് വേടി കൊച്ചിനെ. ഓ, ഈ മമ്മിയുടെ ഒരു കാര്യം. ഇനി ഞാൻ ഇതെല്ലാം കൂടി പൊക്കി പിടിച്ച് ആ സ്റ്റെപ്പ് കയറണം. ഡി നീ അവിടെ നിൽക്ക്, ഞാൻ പോയി വിളിച്ചിട്ട് വരാം. താങ്ക് യു ചായ. ഇച്ചായനോ? എന്താ? അത് നിന്നെ താഴെ മമ്മി വിളിക്കുന്നു, പോവാൻ ടൈമായെന്ന്. ഹാ, ഞാനങ്ങോട്ട് വരുമായിരുന്നു. ഇവ ഞാൻ പറയുന്നത് ഇനിയെങ്കിലും നീ കേക്കാം, പക്ഷേ ഇപ്പോഴല്ല, മനസ്സമ്മതം കഴിയട്ടെ. ഇത് നമ്മുടെ എബിയുടെ കെട്ടിയോളല്ലേ? അതെന്താ ചേട്ടത്തി, കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഇത് തന്നെയല്ലേ ചോദിച്ചേ? ഇത്ര പെട്ടെന്ന് മറന്നുപോയോ?
അങ്ങനെ ഓർത്തിരിക്കാനും വേണ്ടിയിട്ട് നിന്റെ മരുമോള് വലിയ സിനിമാ നടിയൊന്നും അല്ലല്ലോ. പ്രായമായതല്ലേ, ചിലപ്പോൾ മറവിയൊക്കെ വന്നെന്നിരിക്കും. അതിനകത്ത് എന്നാ എടുക്കുമായിരുന്നു? പെണ്ണിപ്പം പള്ളിയിലെത്തി കാണും. അല്ലടി കൊച്ചേ, നിന്റെ കെട്ടി കഴിഞ്ഞിട്ട് ഇപ്പൊ കുറെ നാളായില്ലേ, എന്നിട്ട് ഇതൊരു വിശേഷമൊന്നും ഇല്ലേ? എങ്ങനെ വിശേഷാവാനാ? ഈ കെട്ടിന്റെ കാര്യം പറഞ്ഞപ്പോ തന്നെ ഞാൻ നിന്നോട് പറഞ്ഞല്ലേ എന്നെ കൊച്ചെ, ഈ കൊച്ചിന് എന്തോ എണ്ണക്കേടുള്ളതാണെന്ന്. ചേട്ടത്തി, അല്ലെ തന്നെ നീ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കടി. ഇവള് ജനിച്ചപ്പം തന്നെ ഇവളുടെ അപ്പനും അമ്മയും തട്ടിപ്പോയെന്നല്ലേ പറഞ്ഞേ? അതും പോട്ട്, ആദ്യ കെട്ടിന്റെ അന്ന് തന്നെ കെട്ടിയും തട്ടിപ്പോയില്ലേ? അതും കഴിഞ്ഞാ ഇപ്പൊ രണ്ടാമതൊന്ന് കെട്ടിയപ്പോ അത് ഈ പിള്ളാരും ഇല്ല. ഇതൊക്കെ പിന്നെ എരണക്കേടല്ലാണ്ട് പിന്നെ എന്തുവാ? ചേട്ടത്തി, മനസമ്മതം കൂടാൻ വന്നേ നിങ്ങൾ കൂടിയേച്ച് പോയിക്കണം, അല്ലാണ്ട് ഞങ്ങളുടെ കുടുംബകാര്യത്തിൽ തലയിടാൻ വരണ്ട. പറഞ്ഞു കേട്ടോ നിങ്ങള്. ഡാ മാർട്ടിനെ, നീ എന്നോട് തച്ചെടുത്ത് സംസാരിക്കണ്ട. അല്ലെങ്കിൽ ഈ കുടുംബത്തിൽ എന്ത് കാര്യം നടന്നാലും നീ മുതിർന്നവരുടെയോ കാരണവരുടെയോ വാക്കുകൾ കേൾക്കാറുണ്ടോ? ഇല്ലല്ലോ. അതാ അനുഭവിച്ചോ അനുഭവിച്ചോ. അല്ലെ തന്നെ ഞാൻ പറഞ്ഞതിനകത്ത് എന്നതാ തെറ്റ്? നിന്റെ മോൻ ഒരു കൊച്ചുണ്ടായി കാണുമെന്നുള്ള ആഗ്രഹം കൊണ്ടോ കൊതി കൊണ്ടോ ഒന്നും അല്ല ഞാൻ പറഞ്ഞത്. ഈ കുടുംബത്തിന് ഒരു അവകാശം ഇല്ലാണ്ടാവുമല്ലോ എന്ന് കരുതിയിട്ടാ പറഞ്ഞത്. നീ എന്റെ നേരെ ചാടാണ്ടിതാ ഈ പെങ്കൊച്ചിനെ വിളിച്ചോണ്ട് പോയൊരു ഡോക്ടറെ കാണിക്ക്. അപ്പൊ അറിയാം ഇതിന് എന്തൊക്കെ ദീനവും ദണ്ണവും ഒക്കെ ഉണ്ടെന്ന്. അല്ലാതെ നിർത്തിക്കോ നിങ്ങള്. നിങ്ങളിപ്പോ എന്താ പറഞ്ഞേ? വേണ്ട പറയുന്നേക്ക്. നീ വിട്ട് മാറിക്കേ. ദേ, ഞങ്ങൾക്ക് കുട്ടികളുണ്ടായാലും ഇല്ലേലും നിങ്ങൾക്ക് എന്താ പ്രശ്നം? നിങ്ങൾക്ക് എന്താ പ്രശ്നമെന്ന്? ദാ, എനിക്കിവളും ഇവക്ക് ഞാനും ഉണ്ട്. ഞാൻ മനസ്സറിഞ്ഞ് സ്നേഹിച്ച് തന്നെയാ ഇവളെ എന്റെ കൂടെ കൂട്ടിയത്. അല്ലാണ്ട് നീ ഒന്നും മിണ്ടാതിരുന്നേ. ഞങ്ങൾക്ക് കുട്ടികളുണ്ടാവാത്തത് ഇവളുടെ പ്രശ്നം കൊണ്ടാണെന്ന് നിങ്ങളുടെ താരാ പറഞ്ഞേ? അത് എനിക്കായിക്കൂടെ പ്രശ്നം? അല്ലെങ്കിൽ തന്നെ ഞങ്ങളുടെ കാര്യങ്ങൾ നിങ്ങളെയൊക്കെ ബോധിപ്പിക്കേണ്ട ആവശ്യം എന്താ? ഇതിപ്പോ കേൾക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലായി. എനിക്കും ഇവക്കും ഇല്ലാത്ത പ്രശ്നമാണല്ലോ നിങ്ങൾക്കെല്ലാം. പ്രായം കുറെ ആയില്ലേ, ഇനിയെങ്കിലും നിങ്ങൾക്ക് നന്നായിക്കൂടെ? മുൻപും നിങ്ങൾക്കുള്ള സ്വഭാവമായത് എല്ലാ വീടുകളിലും കയറി ഇറങ്ങി ഇതുപോലെ. ദാ, ഇനി ഒരിക്കൽ കൂടി എൻ്റെ ഭാര്യയെക്കുറിച്ചോ ഞങ്ങളുടെ കുടുംബകാര്യത്തിലോ ഇടപെടാനോ അതിനെക്കുറിച്ച് അന്വേഷിക്കാനോ വന്ന തലമൂത്തതാണെന്ന് ഞാൻ നോക്കത്തില്ല. മോനെ എബി, പിന്നെ അല്ലാണ്ട് പപ്പ, എന്നിവർ ഇവയെ കണ്ടാലും ഇവർക്ക് ഇത് മാത്രമുള്ള അവളോട് ചോദിക്കാനും പറയാനും. ഇവർക്ക് അതുകൊണ്ട് എന്താ കിട്ടുന്നത്? ദാ, ഇവൾ ഒറ്റ ഒരുത്തി കാരണ ഇത്രയും നാൾ ഞാൻ ഈ സ്ത്രീയെടുത്ത് ഒരക്ഷരം പോലും മാർത്ത് സംസാരിക്കാണ്ടിരുന്നത്. പക്ഷെ ഇനി അത് പറ്റത്തില്ല. ഇനി ഓരോ വട്ടം കൂടി ദാ ഇവര് കാരണം അവളുടെ കണ്ണ് നിറഞ്ഞ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് തന്നെ അറിയാൻ പറ്റത്തില്ല. മോനെ, മറ്റുള്ളവർക്ക് ഇങ്ങനെ തട്ടിക്കളിക്കാനും കുത്തി നോക്കാനും വേണ്ടിയിട്ടല്ല ഞാൻ ഇവളെ മിന്നി കെട്ടി എൻ്റെ കൂടെ കൂട്ടിയത്. പൊന്നുപോലെ നോക്കാനാ. അല്ലാണ്ട് ഇവരുടെ ഈ വൃത്തികെട്ട സംസാരം കാരണം ഇവരുടെ മക്കള് പോലും ഇവരെ തിരിഞ്ഞു നോക്കാണ്ട് ഇങ്ങനെ ഇട്ടേക്കുന്നത്. എന്നിട്ട് പോലും ഇവര് ആയിക്കോട്ടെ, ഒന്നുമില്ലെങ്കിൽ മക്കൾ ഉണ്ടെന്നെങ്കിലും എനിക്ക് പറയാം. പക്ഷെ നിനക്ക് അതിനു പോലെയുള്ള യോഗം കർത്താവ് തന്നില്ലല്ലോടാ. എന്നിട്ട് അവൻ പെണ്ണും പുള്ളെ പൊത്തിപ്പിടിച്ച്. ചുമ്മാ അല്ലടാ, നിനക്ക് ഈ രണ്ടാം കെട്ടിനെ തന്നെ കിട്ടിയത്. അത് ഒരു മച്ചിയെ. മോനെ, നീ അവളുടെ അടുത്തോട്ട് ചെല്ലേ. ഇവര് നിങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞതിനെല്ലാം മറുപടി തരാൻ ഞങ്ങൾക്ക് അറിയാഞ്ഞിട്ടല്ല. പക്ഷെ ഇന്ന് എന്റെ കൊച്ചിന്റെ മനസ്സമ്മതമായിപ്പോയി. നല്ലൊരു ദിവസമായിട്ട് നിങ്ങൾക്ക് ചേട്ടത്തി പള്ളിയിലോട്ട് ചെല്ലാൻ നോക്ക്. ഇവാ, നീ ഡോർ തുറന്നേ. അവരെന്തോ വിവരമില്ലായ്മ വിളിച്ച് പറഞ്ഞെന്നും പറഞ്ഞ് നീ ഇങ്ങനെ കിടന്ന് സങ്കടപ്പെടല്ലേ. കരയാണ്ടിരിക്കുക. നിനക്ക് ഞാനില്ലേ, അതുപോരെ? ഏയ് സാരമില്ല, പോട്ടെ. ഒരു തരത്തിൽ നോക്കിയ അവര് പറഞ്ഞതും സത്യല്ലേ ചായ? എനിക്ക് അർഹതപ്പെടാത്ത ജീവിതമല്ലേ ഇത്? ഞാൻ നിങ്ങളുടെ ലൈഫിലേക്ക് വലിഞ്ഞു കയറി വന്നതല്ലേ? ഞാൻ
ഞാൻ ഒഴിഞ്ഞു പോയാ ഇവ നിനക്ക് നിനക്ക് എങ്ങനെ പറയാൻ കഴിയുന്നടി? ഞാനില്ലാണ്ട് ഒരു നിമിഷമെങ്കിലും ജീവിക്കാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞ നീയാണോ എന്നെ? ശരിയാ, നിങ്ങളില്ലാണ്ട് ഒരു നിമിഷം പോലും എന്നെ കൊണ്ട് പറ്റത്തില്ല. പക്ഷെ നിങ്ങളുടെ നല്ലതിന് അതാ ഞാൻ ചെയ്യേണ്ടതെങ്കിൽ അതിന് ഞാൻ തയ്യാറാ. ഓഹോ, അപ്പൊ ഇതൊക്കെ മനസ്സിൽ കണക്കൂട്ടിട്ടാണോ 2-3 ദിവസം കൊണ്ട് എൻ്റെ അടുത്ത് ഇങ്ങനൊക്കെ? അങ്ങനെ എന്തെങ്കിലും സംഭവിച്ച ഇവ പിന്നെ ഞാൻ ജീവനോട് നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞ പിന്നെ എനിക്കാരാ ഉള്ളത്? നമ്മുടെ കുഞ്ഞിനാരാ ഉള്ളത്? ഇവ നീയല്ലേ പറഞ്ഞത് എൻ്റെ നല്ലതിന് വേണ്ടിയിട്ട് എൻ്റെ ലൈഫിൽ നിന്ന് ഒഴിഞ്ഞു പോണോന്ന്? എൻ്റെ നല്ലതും ചീത്തയും സന്തോഷവും സമാധാനവും സങ്കടവും എല്ലാം നീയാടി. എനിക്ക് നിന്നിലൂടെ അനുഭവിച്ചാൽ മതി അതെല്ലാം. ആ നീ ഇല്ലാണ്ട് ഞാൻ എങ്ങനെ ആടി? ഇച്ചായ, വെയിറ്റ്, നീ നേരത്തെ എന്താ പറഞ്ഞത്? നമ്മുടെ കുഞ്ഞ്? എന്നിട്ട് ഇപ്പോഴാണോ മനസ്സിലായത്? സത്യം? ശരിക്കും? ഞാൻ നീയും നമുക്ക് ഒരു കുഞ്ഞാവ വരാൻ പോവാ. ഇവ ഇവ നീ എന്നിട്ടെന്താ എൻ്റെ അടുത്ത് ഇത് മുന്നേ പറയാഞ്ഞത്? അത് നേരത്തെ ഞാൻ ഇച്ചാൻ്റെ അടുത്ത് പറഞ്ഞതല്ലേ, മനസ്സമ്മതം കഴിഞ്ഞ് വന്നിട്ട് സംസാരിക്കാന്ന്. അപ്പൊ അത് ഇതായിരുന്നു. പിന്നെ ഇവ എനിക്ക് നിന്നോട് വേണ്ട. അല്ല ഇവ, വേണ്ട ചായ. നിനക്ക് വിഷമാണോ? എന്നോട് ദേഷ്യാണോടി എറിക്കിന്റെ കാര്യം? ആദ്യം ഞാൻ ഇച്ചാൻ്റെ ഡയറി വായിച്ചപ്പോ എന്തൊക്കെയോ ചിന്തിച്ച് കൂട്ടിയിട്ട് ഒരുപാട് സങ്കടപ്പെട്ടതാ. പക്ഷെ എനിക്കറിയാം എൻ്റെ ഇച്ചായൻ എന്നെ എങ്ങനെയാ സ്നേഹിക്കുന്നതെന്ന്, എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്. അതിൽ ഒരു അഭിനയവും എനിക്ക് കാണാൻ കഴിയുന്നില്ല. അപ്പൊ പിന്നെ ഞാനെങ്ങനാ? പിന്നെ ഒരു കാര്യത്തിൽ എനിക്ക് വിഷമമുണ്ട്. ഇച്ചായനിത് കുറച്ച് മുന്നെങ്കിലും എൻ്റെ അടുത്ത് പറയായിരുന്നു. ഇതിപ്പോ ഞാനായിട്ട് അറിഞ്ഞപ്പോ എന്തോ പോലെ തോന്നാ. ഇച്ചായൻ്റെ ലൈഫിൽ ഞാൻ ഇച്ചായനും വിഷമാവാൻ വേണ്ടി പറഞ്ഞതല്ല. സത്യം പറഞ്ഞ മറ്റുള്ളവരുടെ ചോദ്യങ്ങൾക്ക് ഞാൻ എന്തുത്തരം പറയുമെന്നുള്ള സംശയമായിരുന്നു എനിക്ക്. ഒരു തരം പേടിയായിരുന്നു. അവരൊക്കെ ഇത് ഏത് രീതിയിൽ കാണുമെന്നുള്ള ഭയമായിരുന്നു എനിക്ക്. ഒരു കൂട്ടുകാരന് വേണ്ടിയിട്ട് ആരെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് അവർ ചിന്തിച്ച, അത് വേറെ രീതിയിൽ കണ്ട, ഇതെല്ലാം ആലോചിച്ച് ഒരു സമാധാനം ഇല്ലാത്ത അവസ്ഥയായിരുന്നു അന്ന് എൻ്റെ. പക്ഷെ ഞാനിത് നിന്നോട് പലവട്ടം പറയാൻ ശ്രമിച്ചതാ, പക്ഷെ കഴിഞ്ഞില്ലടി. എന്തും പറഞ്ഞ് ഞാനിത് ആയുഷ്കാലം മൊത്തം നിന്റെ അടുത്ത് മറച്ചു വെക്കണമെന്ന് കരുതിയിട്ട് കൂടിയില്ല. പക്ഷെ സാരമില്ല ചായ, എനിക്ക് നിങ്ങളുടെ അവസ്ഥ മനസ്സിലാവും. എന്നാലും ഞാൻ ചോദിക്കാം, ചായ, എറിക് ചാൻ പറഞ്ഞുകൊണ്ട് മാത്രമാണോ നിങ്ങൾ എന്നെ? അവൻ എന്നോട് ചോദിച്ചത് എന്താണെന്ന് നിനക്കറിയോ? നിന്നെ ഒന്ന് കൂടെ കൂട്ടാനോ സ്നേഹിക്കാനോ കഴിയുമെന്നാ. അപ്പോൾ അതിന് ഇങ്ങനെ തന്നെ കൂടെ കൂട്ടണമെന്നില്ലല്ലോ എൻ്റെ കൂടെപ്പിറപ്പായിട്ടോ അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരൻ്റെ ഭാര്യയായിട്ടോ. അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ഞാൻ നിന്നെ സംരക്ഷിച്ചാൽ പോരായിരുന്നോ? ശരിക്കും പറഞ്ഞാൽ ഇവിടെ വരുന്ന സമയം പോലും എൻ്റെ മനസ്സ് ഫുൾ ബ്ലാങ്ക് ആയിരുന്നു. എന്ത് ചെയ്യണം, എവിടുന്ന് തുടങ്ങണം ഒന്നും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പക്ഷേ നിന്നെ കണ്ട നിമിഷം, നിന്നെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞ നിമിഷം എനിക്ക് ഒരു കാര്യം മനസ്സിലായി. നീ എനിക്ക് എൻ്റെ കൂടെപ്പിറപ്പല്ല, അതിനും അപ്പുറം ഞാൻ നിന്നെ സ്നേഹിക്കാൻ തുടങ്ങിയെന്ന്. എന്താടി? ഒന്നുമില്ല.
ചായ ഉം. എറിക് ചായൻ ഈ ചായൻ എന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നല്ലേ? ഉം. അവൻ നിന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. അതെനിക്കറിയാം. ദേ, ഇനി ഇതുപോലെ നിന്ന് കരയാൻ നിൽക്കണ്ട കേട്ടോ. ഉം? അയ്യോ, നിന്നോടുള്ള സ്നേഹക്കൂടുതലുണ്ടല്ല, നീ കരഞ്ഞാലേ എന്റെ ചെക്കനാ വിഷമിക്കുന്നേ. ഹേ, ചെക്കനോ? ഇപ്പോഴും ഉറപ്പിച്ച ചെക്കനാന്ന്? ആ, ചെക്കൻ തന്നെ, നീ നോയിക്കോ. ഓഹോ, അപ്പം നിങ്ങളുടെ ചെക്കൻ വരുന്നോണ്ട് ഇപ്പൊ എന്നെ വേണ്ടല്ലേ? ആര് വന്നാലും എൻ്റെ ഇവ കൊച്ചു കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ. എന്റെ പൊന്നേബി, ഇതിപ്പോ കൊറേ നേരമായി, നീ എന്തായാലും ഒന്ന് പറ. എന്താ അത്? എഡി, ഞാനത് പറഞ്ഞ നീ കാര്യം എന്താന്ന് പറ. അത് പിന്നെ അത് ഞാൻ പറയുന്ന കേട്ടിട്ട് നിനക്ക് എന്നോട് എബി, നീ എൻ്റെ സഹോദരിയുടെ ഭർത്താവായിട്ടോ എൻ്റെ കൂട്ടുകാരനായിട്ടോ എൻ്റെ അടുത്ത് സംസാരിക്കണ്ട. പകരം എറിക്കിൻ്റെ മച്ചാനായിട്ട് സംസാരിക്ക. എഡി, എനിക്കറിയാം നിനക്കതായിരിക്കും എൻ്റെ അടുത്ത് പറയാനുള്ളതെന്ന്. അല്ലെങ്കിൽ പിന്നെ നീ എൻ്റെ അടുത്ത് എന്തെങ്കിലും പറയാൻ വരുമ്പോൾ ഇതുപോലെ നിന്ന് പരുങ്ങേണ്ട ആവശ്യമില്ലല്ലോ. ഞാനിത് മുൻപേ പ്രതീക്ഷിച്ചതാ, പക്ഷെ കുറച്ച് താമസിച്ചു പോയെന്ന് മാത്രം. അത് അത് നിനക്ക് നീ എന്താ കരുതിയത്? എനിക്ക് നിന്നെ മനസ്സിലായില്ലെന്നാണോ? ആദ്യമായിട്ട് നമ്മൾ പരിചയപ്പെട്ടതിൻ്റെ അന്ന് തന്നെ ഞാൻ നിന്നെ തിരിച്ചറിഞ്ഞതാ. സത്യം പറഞ്ഞാൽ അവന് പോലും അറിയത്തില്ലായിരുന്നു നിന്നെ എനിക്കറിയാന്ന്. നിങ്ങളെ ഞാൻ പലപ്പോഴും പല സാഹചര്യങ്ങളിലും കണ്ടിട്ടുള്ളതാ. പിന്നെ അവൻ്റെ ഫോൺ, ലാപ്ടോപ്പ് എല്ലായിടവും നിന്റെ. അത് മാത്രമല്ല, എൻ്റെ എറിക് ഞങ്ങളെ വിട്ട് പോയതിൻ്റെ അന്ന് ആരും കാണാണ്ട് മാറി നിന്ന് കരയുന്ന നിന്നെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. പിന്നെ അവൻ്റെ ഓർമ്മ ദിവസങ്ങളിൽ ഞങ്ങളെക്കാളും മുൻപ് അവൻ്റെ കല്ലറയിൽ പൂക്കളർപ്പിച്ച് കരഞ്ഞു പ്രാർത്ഥിക്കുന്ന നിന്നെയും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊന്നും നീ എന്നെ കണ്ടിട്ടില്ല. സത്യം പറഞ്ഞാൽ കാണാനുള്ള സാഹചര്യം ഞാൻ തന്നിട്ടില്ലെന്ന് വേണമെങ്കിൽ പറയാം. എപ്പോഴേലും എന്നേലും നീയായിട്ട് എൻ്റെ മുന്നിൽ വന്നിട്ട് ഞാനാണ് അവൻ്റെ മച്ചാന്ന് പറയുന്നത് കാത്തിരിക്കുമായിരുന്നു ഞാൻ. അപ്പോഴാ അന്ന് നമ്മൾ കഫേയിൽ വെച്ച് ആദ്യമായിട്ട് കാണുന്നത്. അന്ന് നീ എന്നോട് സംസാരിച്ചത് ഒരപരിചിതനെ പോലാ. ശരിക്കും ഞാൻ കരുതിയത് നിനക്കെന്നെ മനസ്സിലായി കാണത്തില്ലെന്നാ. പക്ഷേ നിന്റെ പല പ്രവൃത്തികളിൽ നിന്നും എനിക്ക് മനസ്സിലായതാ നിനക്ക് മുൻപേ എന്നെ അറിയാമെന്ന്. അന്നത്തെ നിന്റെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞോണ്ടാ ഞാൻ പിന്നെ അതിനെക്കുറിച്ചൊന്നും ചോദിക്കാണ്ടിരുന്നത്. പിന്നെ നിന്നെ എനിക്ക് വിശ്വാസമുള്ളതുകൊണ്ടാ ഞാൻ നിന്നെ എൻ്റെ വീട്ടിൽ കൊണ്ട് താമസിപ്പിച്ചത്. അല്ലെങ്കിൽ നിനക്ക് തന്നെ ഒന്ന് ചിന്തിക്കാവുന്നതല്ലേ ഉള്ളൂ. കുറച്ച് മാസങ്ങൾ മാത്രം പരിചയമുള്ള നിന്നെ ഞാൻ എന്ത് കാര്യത്തിനാ എൻ്റെ വീട്ടിൽ കൊണ്ട് നിർത്തുന്നത്? അതും എൻ്റെ ഭാര്യയും എൻ്റെ അനിയത്തിയും ഉള്ളിടത്ത്. എഡി, പിന്നെ ഇവയുടെ കാര്യം വന്നപ്പോൾ നിന്നെക്കുറിച്ച് ഒന്നും അന്വേഷിക്കാണ്ട് ഞാൻ അവളെ പിടിച്ച് നിനക്ക് തരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എൻ്റെ എറിക് പറഞ്ഞ് എനിക്ക് നിന്നെക്കുറിച്ച് ഒരുപാട് അറിയാം. പക്ഷെ അതുകൊണ്ട് മാത്രം എൻ്റെ പെങ്ങളെ എങ്ങനാ നിനക്ക് ഞാൻ കെട്ടിച്ചു തരുന്നേ? അതുകൊണ്ട് നീ പോലും അറിയാണ്ട് ഞാൻ നിന്നെക്കുറിച്ച് ഒരുപാട് അന്വേഷിച്ചതാ. അവസാനം എനിക്ക് മനസ്സിലായി എൻ്റെ ഇവയ്ക്ക് ചേരുന്ന ചെക്കൻ തന്നെ നീന്ന്. അതാ പിന്നെ അമ്മച്ചി പറഞ്ഞപ്പോൾ ഞാനും സമ്മതം മൂളിയത്. പിന്നെ അന്ന് അമ്മച്ചി ഹോസ്പിറ്റലായ സമയം ഗൗരി ഇവയെ അത്രയും കുറ്റപ്പെടുത്തിയിട്ടും നീ അവളെ ചേർത്ത് പിടിച്ചപ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞതാ നീ അവളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്, അതിൽ എത്രമാത്രം ആത്മാർത്ഥതയുണ്ടെന്ന്. അത് മാത്രം മതിയായിരുന്നടാ എനിക്ക് അവളെ നിന്റെ കൈകളിൽ ഏൽപ്പിക്കാൻ. എഡി, ഇത്രയും കാര്യങ്ങളൊക്കെ നീ അറിഞ്ഞിട്ടും എന്താടാ എൻ്റെ അടുത്ത് ഇതിനെക്കുറിച്ച് ഒന്നുപോലും ചോദിക്കാണ്ടിരുന്നത്? ആര് പറഞ്ഞു ഞാൻ ചോദിച്ചിട്ടില്ലെന്ന്? നിനക്ക് ഓർമ്മയില്ലേ അന്ന് നീ അമ്മച്ചിയെടുത്ത് ഇവയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് നിൻ്റെ അടുത്ത് ചോദിച്ചതല്ലേ? അന്ന് നീ എന്തോ ഒരു കള്ളം പറഞ്ഞ് അതിൽ നിന്ന് രക്ഷപ്പെട്ടു. അന്ന് എനിക്ക് മനസ്സിലായതാ നീ അപ്പോഴും ഇതിനെക്കുറിച്ച് ആരുടെ തുറന്നു പറയാനുള്ള മാനസികാവസ്ഥയിൽ എത്തിയിട്ടില്ല എന്ന്. എഡി, അത് എനിക്കറിയായിരുന്നു എന്നേലും ഒരു ദിവസം നീ ഇതെന്നോട് വന്ന് പറയുമെന്ന്. അതിനുവേണ്ടി നോക്കിയിരിക്കുമായിരുന്നു ഞാൻ. എഡി,
ഇനി പറ, ഇതിൽ കൂടുതൽ എന്തേലും നിനക്ക് എന്നോട് പറയാനുണ്ടോ? നീ എന്താ ഒന്നും മിണ്ടാണ്ട് നിൽക്കുന്നേ? അത് പിന്നെ നിന്നോട് ഞാനൊന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാനാ വന്നത്. പക്ഷേ ഇതിപ്പോ നീയാണല്ലോടാ എന്നോട്. അല്ല, നീ ദിവയോട് അവളോട് ഞാൻ ഇന്നലെയാ. എന്തായാലും ഇപ്പോഴേലും നീ അത് പറഞ്ഞത് നന്നായി. അല്ലേ അവക്കും. ശരിക്കും എറിക്കും ഇവയും എന്ത് ഭാഗ്യം ചെയ്തവരാ. നിന്നെ പോലെ ഒരു കൂടപ്പിറപ്പിനെ കിട്ടിയില്ലേ അവർക്ക്. അത് ശരിയാ, അവര് ഭാഗ്യം ചെയ്തവര് തന്നെ. പക്ഷെ അത് എൻ്റെ കാര്യത്തിലല്ല, നിന്റെ കാര്യത്തിലാ. അവനെ മനസ്സിലാക്കി അവളെ സ്നേഹിക്കുന്ന നിന്നെ അവർക്ക് കിട്ടിയില്ലേ, അതല്ലേടാ അവർക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം. സത്യം പറഞ്ഞാൽ എൻ്റെ അനിയനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്കൊരുപാട് അഭിമാനം തോന്നുന്നുണ്ട്. കൂടെ കൂട്ടിയ പെണ്ണിനെ മരിക്കുന്നതിന് മുൻപ് പോലും ഒറ്റപ്പെടുത്താണ്ട് നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തന്നിട്ടല്ലേ അവൻ പോയത്. പിന്നെ എനിക്ക് നിന്നെ പോലൊരു കൂട്ടുകാരനെയും കൂടെപ്പിറപ്പിനെയും തന്നില്ലേ. എഡി, ഒളിച്ചിരിക്കാൻ വള്ളിക്കൂടിലും ഒരുക്കി വച്ചില്ലേ, കളിച്ചിരിക്കാൻ കഥ പറയാൻ കിളിമകൾ വന്നില്ലേ. ഇസ്ര, ഇസ്ര, എന്റെ പൊന്നു കർത്താവേ, നിനക്ക് തന്നപ്പോ നേരെ ചോദിച്ചുള്ളതിന് എനിക്ക് തന്നൂടായിരുന്നോ? നീ എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ടാണോ? ഈ പെണ്ണിത് അവിടെ എന്തെടുക്ക? എന്നെ സ്കൂളിൽ പോണ്ടേടി. നീ അവിടെ എന്തെടുക്ക? വിളിച്ച് വിളിച്ച് എന്റെ വായില് വെള്ളം വറ്റി. ഓ, ഈ മമ്മി ഇതെന്നെ ഒന്ന് പ്രാർത്ഥിക്കാൻ പോലും സമ്മതിക്കത്തില്ല. വല്യപ്പ, അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം മറക്കല്ലേ. ഞാനിന്ന് അവനോട് എന്റെ ഇഷ്ടം പറയാൻ പോവാ. എന്റെ കൂടെ കട്ടക്കൊന്ന് നിന്നേക്കണേ. പിന്നെ ഇത് പപ്പയൊന്നും പറഞ്ഞേക്കല്ലേ, നമ്മൾ തമ്മിലുള്ള സീക്രട്ട് ആണേ. അപ്പൊ ശരി, ഞാൻ പോവാ. ഇനി ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മമ്മി എന്റെ ചന്തയിൽ ചട്ടകം പഠിപ്പിച്ചു വെക്കും. അപ്പൊ വന്നിച്ച് കാണാം. ഓക്കെ, ബൈ, ലവ് യു. ഓയ്, പപ്പ ആരോടാ? എന്ത്? അല്ല, ഇന്ന് പൊന്നുമോള് ആരോടാ ഇഷ്ടം പറയാൻ പോണേ? ഇഷ്ടം പറയാനോ? ഞാനോ? പപ്പയെ കുറിച്ച് അങ്ങനാണോ വിചാരിച്ചു വെച്ചേക്കുന്നേ? എന്റെ പൊന്നുമോളെ കൂടുതൽ നാടകം ഇറക്കല്ലേ. സത്യം പറയടി, ഇന്നിതാരാ പുതിയ ആള്? അത് പിന്നെ ന്യൂ അഡ്മിഷനാ പപ്പ. നീ അപ്പൊ ആ ചെക്കനെ വെറുതെ വിട്ടില്ല? ഒന്ന് ചൂണ്ടയിട്ട് നോക്കിയതാ, ചിലപ്പോ കൊളത്തിയാലോ. നീ ആരടി ചൂണ്ടക്കാരന്റെ മോളോ ചൂണ്ടയിട്ട് നോക്കാൻ? എന്തായാലും നിന്റെ ചൂണ്ടയിടല് മമ്മി അറിയണ്ട. അറിഞ്ഞു കഴിഞ്ഞാൽ അവള് മോളുടെ ചൂണ്ടയും വലയും വള്ളവും എല്ലാം കൂടി വലിച്ചൊടിച്ചേ വല്ല തോട്ടിലും കളയും. ഇങ്ങനാണെ ഞാനും നീ ശരിയാവത്തില്ല. ഇതാ ഞാൻ പപ്പയടുത്തൊന്നും പറയാത്തെ. ഓ, നീ എന്റെ അടുത്തൊന്നും പറയണ്ട. എല്ലാം വന്ന് വല്യ പപ്പയടുത്ത് പറയുന്നുണ്ടല്ലോ, അത് മതിയല്ലോ. ഞാൻ പറയുന്ന എല്ലാം കേട്ടോണ്ടിരിക്കും. ഇതോടൊക്കെ എന്നെ നിരുത്സാഹപ്പെടുത്തത്തില്ല. പിന്നെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റിയ കാര്യമാണല്ലോ എന്റെ പൊന്നുമോള് ചെയ്യുന്നത്. എന്റെ പൊന്നു കർത്താവ്. വേണ്ട, മതി. എന്ത്? അല്ല, കർത്താവിനെ വിളിച്ച് പരാതി പറയാനല്ലേ. കർത്താവേ, തന്ന സാധനങ്ങളൊന്നും തിരിച്ചെടുക്കാറില്ല പപ്പ. അതുകൊണ്ട് കിട്ടിയത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പപ്പ അവിടെ വായും പിടിച്ച് നിക്കാണ്ട് ഇങ്ങോട്ട് പോരെ, അല്ലെങ്കിൽ മമ്മിയുടെ വായി നടത്തത് പപ്പയ്ക്കായിരിക്കും കേൾക്കാൻ പോണേ. ഈ കുരുപ്പ് മുട്ടയിന്ന് വിരിയുന്നതിന് മുന്നേ ഇങ്ങനാണെങ്കിൽ ഒന്ന് വളർന്ന് പന്തളിച്ചു കഴിഞ്ഞാ ഞാൻ എവിടൊക്കെ കയറി ഇറങ്ങേണ്ടി വരും എന്റെ കർത്താവേ.